ഹായ് ഓൾ, വെൽക്കം ടു അഡാ 24/7 മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻഡെക്സുകളാണ്. ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് ഇൻഡെക്സ്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്, ഓരോ സൂചികയിലും ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, അതുപോലെ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ആരാണത് പബ്ലിഷ് ചെയ്യുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ക്ലാസ് പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഡാ 24/7 മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെയായിട്ട് അവിടെ സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് നമുക്ക് കറണ്ട് അഫെയർ ക്ലാസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ വീക്ക്ലി റൗണ്ട് പിന്നെ നോട്ടായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതെല്ലാം മൺഡേസുമാണ് നമുക്ക് വീക്ക്ലി റൗണ്ട് ഉള്ളത്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നോട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ആപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കറണ്ട് അഫെയർ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കേരള എന്ന് തന്നെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യുക. എന്നതിന് ശേഷം ഹോമിൽ പോവുക. ഹോമിൽ പോയി കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് കറണ്ട് അഫെയർസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ഇതുപോലെ ഒരു ഫോൾഡർ കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് ഇൻ ഷോർട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മലയാളത്തിലും അതുപോലെ തന്നെ താഴെ തന്നെ ഇംഗ്ലീഷിലും കറണ്ട് അഫെയർസ്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ആഗോള സമാധാന സൂചിക 2024 ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ആഗോള സമാധാന സൂചിക 2024 ഒന്നാമതെത്തിയ രാജ്യം ഏത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ സി ആണ്, ഐസ്ലൻഡ് ആണ് കേട്ടോ. ഐസ്ലൻഡ് ആണ് ആഗോള സമാധാന സൂചിക 2024 ഒന്നാമതെത്തിയിട്ടുള്ളത്. ഐസ്ലൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് ആണ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 116 ആണ് അല്ലെ. ഇന്ത്യയുടെ റാങ്ക് 116 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പിന്നിൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിലോ അത് യമൻ ആണ്. ഏറ്റവും പിന്നിൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യമൻ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പുറത്തിറക്കിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ മറക്കരുത്, ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതും മറക്കരുത്, 116 ആണ്. 116 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചിക 2024 ആണ്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ റാങ്ക് 39 ആണ്. ഒന്നാം സ്ഥാനത്തുള്ളത് US ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് സ്പെയിൻ ആണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. ഒന്നാം സ്ഥാനം എന്തായാലും ഓർത്ത് വെച്ചിരിക്കുക, US ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 39. അപ്പോൾ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യ 119 രാജ്യങ്ങളിൽ 39ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് US ആണ് അല്ലെ. US എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഹെയ്ൻലി പാസ്പോർട്ട് സൂചിക 2024 ആണ്. ഹെയ്ൻലി പാസ്പോർട്ട് സൂചിക 2024 എക്സാമിന് സാധാരണ ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത് ആരെന്നുള്ളതും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക. യുണൈറ്റഡ് കിങ്ഡം ആസ്ഥാനമായുള്ള ഹെയ്ൻലി ആൻഡ് പാർട്ട്നേഴ്സ് സ്ഥാപനമാണ് ഇത് പുറത്തിറക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാസ്പോർട്ട് ലോക റാങ്കിങ്ങിൽ 84ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഈ വർഷം റാങ്ക് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 82ാം സ്ഥാനമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ വർഷം ഇന്ത്യൻ പാസ്പോർട്ട് റാങ്ക് 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 82ാം സ്ഥാനത്തെത്തി. 2024 ജൂലൈ ഉള്ള റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ ഇത്. ഇനി ഒന്നാം സ്ഥാനത്ത് ആരാ നമുക്കറിയണ്ടേ? ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്തെത്തി. നിലവിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയ്ക്ക് വിസയുടെ ആവശ്യമില്ലാതെ 58 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 82 ആണ്. അതുപോലെ സിംഗപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നിതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ കേരളവും ഉത്തരാഖണ്ഡുമാണ്. എത്ര പോയിന്റാന്ന് ചോദിക്കുകയാണെങ്കിൽ 79 പോയിന്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കേരളവും ഉത്തരാഖണ്ഡുമാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അതുപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്നാം സ്ഥാനത്തുള്ളത് കേരളവും ഉത്തരാഖണ്ഡുമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത്
തമിഴ്നാട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ പിന്നിലുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ ഓർത്തിരിക്കണം, ബീഹാറും ജാർഖണ്ഡുമാണ്. ബീഹാറും ജാർഖണ്ഡുമാണ് പിന്നിലുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാറും ജാർഖണ്ഡുമാണ്. അപ്പൊ നിതി ആയോഗിന്റെ 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചിക പ്രകാരം കേരളവും ഉത്തരാഖണ്ഡുമാണ് 1ാം സ്ഥാനത്തുള്ളത്. തമിഴ്നാട് 2ാം സ്ഥാനത്താണ്. പിന്നിലുള്ള സംസ്ഥാനങ്ങൾ ബീഹാറും ജാർഖണ്ഡുമാണ്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചണ്ഡീഗഡും ജമ്മു കാശ്മീരുമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് ചണ്ഡീഗഡും ജമ്മു കാശ്മീരും എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ നിതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചിക പ്രകാരം കേരളവും ഉത്തരാഖണ്ഡും 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് തമിഴ്നാട്, അതുപോലെ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനങ്ങൾ ബീഹാറും ജാർഖണ്ഡും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ അതിൽ ചണ്ഡീഗഡും പിന്നെ ജമ്മു കാശ്മീരുമാണ്. ചണ്ഡീഗഡും ജമ്മു കാശ്മീരുമാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 159 കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 161 ആയിരുന്നു. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ആഗോള മാധ്യമ നിരീക്ഷണ സംഘടനയുടെ വാർഷിക റിപ്പോർട്ടാണിത്. ഇതിൽ 1ാം സ്ഥാനത്തുള്ളത് നോർവേ ആണ്. 2ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. 1ാം സ്ഥാനത്തുള്ളത് നോർവേ, 2ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം മറക്കരുത്. ഇന്ത്യയുടെ സ്ഥാനം 159. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 159 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 പ്രസിദ്ധീകരിച്ചത് UN സുസ്ഥിര വികസന സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. വേൾഡ് ഹാപ്പിനെസ് സൂചിക എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. 126ാം സ്ഥാനമാണ് കേട്ടോ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ലോക സന്തോഷ സൂചികയിൽ 2024 2023 ഇന്ത്യയുടെ സ്ഥാനം 126 തന്നെയാണ്. ഇനി 1ാം സ്ഥാനത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫിൻലൻഡ് ആണ്. 1ാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. 2ാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ്. 3ാം സ്ഥാനത്ത് ഐസ്ലൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും അവസാനത്തുള്ളത് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതും ഓർത്തിരിക്കുക. 1ാം സ്ഥാനം ഫിൻലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 126 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024 പുറത്തിറക്കിയത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഇന്ത്യയുടെ റാങ്ക് 63. 1ാം സ്ഥാനത്തുള്ളത് സ്വീഡൻ ആണ്. ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024 പുറത്തിറക്കിയത് വേൾഡ് എക്കണോമിക് ഫോറം. ഇന്ത്യയുടെ റാങ്ക് 63 ആണ്. 63. അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും നോട്ട് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ മറക്കരുത് കേട്ടോ. ശരി, അപ്പോൾ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024 പുറത്തിറക്കിയത് വേൾഡ് ഇക്കണോമിക് ഫോറം ആണ്. ഇന്ത്യയുടെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ 63 ആണ്. 1ാം സ്ഥാനത്തുള്ളത് സ്വീഡൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 പുറത്തിറക്കിയത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഇതിൽ ഐസ്ലൻഡ് ആണ് 1ാമത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ സ്ഥാനം 129 ആണ്. ഫിൻലൻഡ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. അപ്പൊ മറക്കരുത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 പുറത്തിറക്കിയത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഐസ്ലൻഡ് ആണ് 1ാമത്, ഫിൻലൻഡ് ആണ് 2ാമത്. ഇന്ത്യയുടെ സ്ഥാനം 129 മറക്കരുത് കേട്ടോ. ശരി, അടുത്തത് ആഗോള സമാധാന സൂചിക 2024 പുറത്തിറക്കിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. മുൻനിരയിലുള്ള രാജ്യങ്ങൾ ഓർത്തിരിക്കുക ഐസ്ലൻഡും അയർലൻഡുമാണ്. ഇന്ത്യയുടെ റാങ്ക് 116. അപ്പൊ ആഗോള സമാധാന സൂചികയിൽ പീസ് ഇൻഡെക്സ് ആണ്. നേരത്തെ നമ്മൾ ഹാപ്പിനെസ് ആയിരുന്നു പറഞ്ഞത്. ഹാപ്പിനെസ്സിൽ 126 ആയിരുന്നു അല്ലേ? ഹാപ്പിനെസ്സിൽ 126 ആയിരുന്നു. പീസ് ഇൻഡെക്സിൽ 116 ആണ്. പീസ് സമാധാന സൂചികയിൽ 116 ആണ്. ഹാപ്പിനെസ് നമ്മൾ പറഞ്ഞപ്പോൾ 126 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സമാധാന സൂചികയിൽ 116 എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഈ ഹാപ്പിനെസ്സും പീസൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഉറപ്പായിട്ടും ചോദിക്കുന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, അപ്പോൾ ആഗോള സമാധാന സൂചിക 2024 ഐസ്ലൻഡ് ആണ് 1ാമത്, 2ാം സ്ഥാനത്ത് അയർലൻഡ് ആണ്. ഇന്ത്യയുടെ റാങ്ക് 116 ആണ്.
ഇനി മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023-24 പുറത്തിറക്കിയത് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 134. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 134. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സൂചകങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് റാങ്കിങ് നിശ്ചയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം, ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134. മുൻനിരയിലുള്ള രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡ്, നോർവേ, ഐസ്ലൻഡ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. മാനവ വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മറക്കരുത് 134. എന്തായാലും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് ആണ്. പരിസ്ഥിതി പ്രകടന സൂചിക 2024. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 176 ആണ്. പരിസ്ഥിതി പ്രകടന സൂചിക എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇത് പ്രസിദ്ധീകരിച്ചത് യേൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ ലോ ആൻഡ് പോളിസിയും കൊളംബിയ സെന്റർ ഫോർ ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഇൻഫർമേഷൻ നെറ്റ്വർക്കും എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക, ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 176 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എസ്തോണിയയാണ്, രണ്ടാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. ഒന്നാം സ്ഥാനത്തുള്ളത് എസ്തോണിയ, രണ്ടാം സ്ഥാനത്ത് ലക്സംബർഗ് ആണ്. അപ്പോൾ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് 2023-24 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 176 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഒന്നാം സ്ഥാനത്തുള്ളത് എസ്തോണിയ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് കോസ്റ്റ് ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിംഗ് ആണ്. മെഴ്സറിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് സിറ്റി റാങ്കിംഗ് പ്രകാരം ഏറ്റവും ചെലവേറിയ ആഗോള നഗരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹോങ്കോങ് ആണ്. ഏറ്റവും ചിലവേറിയ ആഗോള നഗരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹോങ്കോങ് ആണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ നഗരമായിട്ട് ഒന്നാമതെത്തിയത് മുംബൈ ആണ്. അപ്പോൾ മൊത്തത്തിൽ 136 റാങ്കാണ് മുംബൈക്കുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ നഗരമായിട്ട് ഒന്നാമതെത്തിയത് മുംബൈ എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആഗോള തലത്തിലാണെങ്കിൽ ഹോങ്കോങ് ആണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചികയാണ്. അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 42 ആണ്. 42 ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഒന്നാം സ്ഥാനത്തുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, രണ്ടാം സ്ഥാനത്തുള്ളത് UK ആണ്, മൂന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ്. അപ്പോൾ 42 സ്ഥാനമാണ് അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. എത്രയാണ്? 42 അല്ലെ? 42 സ്ഥാനമാണ് ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് 2024 ഇന്ത്യയിലെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ ഈസ് ഓഫ് ലിവിംഗ് സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാംഗ്ലൂരാണ്, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പൂനെയാണ്, മൂന്നാം സ്ഥാനത്തുള്ളത് അഹമ്മദാബാദാണ്. ഈസ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് അല്ലെ, ബാംഗ്ലൂർ കർണാടകയിലെ ബാംഗ്ലൂരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഓർത്തിരുന്നോളൂ, അത് പിന്നെ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും തോന്നുന്നു അല്ലെ, കുറെ പേർക്ക് അറിയുന്നതായിരിക്കാം. അപ്പൊ ബാംഗ്ലൂർ കർണാടക, പൂനെ മഹാരാഷ്ട്ര, അഹമ്മദാബാദ് ഗുജറാത്ത്. ഒന്നാം സ്ഥാനത്തുള്ളത് ബാംഗ്ലൂർ എന്നുള്ളത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂർ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്, രണ്ടാം സ്ഥാനത്തുള്ളത് പൂനെ ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മൂന്നാം സ്ഥാനത്തുള്ളത് അഹമ്മദാബാദ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ലോക സൈബർ കുറ്റകൃത്യ സൂചിക 2024. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യ 10ാം സ്ഥാനത്താണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. അതുപോലെ ഒന്നാമതുള്ളത് റഷ്യയാണെന്ന് അറിഞ്ഞിരിക്കുക, രണ്ടാമതുള്ളത് യുക്രൈൻ ആണ്, മൂന്നാമതുള്ളത് ചൈനയാണ്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 10 ആണ്. ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യ, രണ്ടാം സ്ഥാനത്തുള്ളത് യുക്രൈൻ, മൂന്നാം സ്ഥാനത്തുള്ളത് ചൈന എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏത് എന്നുള്ളതാണ്. റിപ്പോർട്ട് പുറത്തിറക്കുന്നത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ആണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന പദവി ലഭിച്ചത് അമേരിക്കയിലെ ഹാർട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ടിനാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഹാർട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. അതുപോലെ ഓർത്തിരിക്കേണ്ടത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും തിരക്കേറിയ 10ാമത്തെ വിമാനത്താവളമായത്. ഡൽഹിയിലെ, അത് ഓർത്തിരിക്കണം, എന്തായാലും ഓർത്തിരിക്കണം, ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളമാണ് ഏറ്റവും തിരക്കേറിയ 10ാമത്തെ വിമാനത്താവളമായിട്ട്
തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രസിദ്ധീകരിച്ചത് സ്വിസ് സംഘടനയായ IQ-AIR ആണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായിട്ട് ഡൽഹി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ബീഹാറിലെ ബെഗുസരായ് ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമായി ലേബൽ ചെയ്യപ്പെട്ടു എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ. ഈ ബെഗുസരായ് ഒന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമായിട്ട് ലേബൽ ചെയ്യപ്പെട്ടത് ബെഗുസരായ് ആണ്. ബെഗുസരായ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ബീഹാർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശ് ആണ്. 2ാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാൻ. 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കുക. മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രീസ് 1ാമതെത്തിയത് ബംഗ്ലാദേശ് ആണ്. 2ാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാൻ ആണ്. 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് അഴിമതി സൂചിക 2023 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ് കേട്ടോ. പ്രസിദ്ധീകരിച്ചത് നോൺ ഗവൺമെന്റ് ഇന്റർനാഷണൽ ആണ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 93 ആണ്. അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. അതുപോലെ 1ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആണ് കേട്ടോ. ഓക്കെ, അതിൽ ഇന്ത്യ 93ാം സ്ഥാനത്ത്, ഡെൻമാർക്കാണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡ് ആണ്. 3ാം സ്ഥാനത്തുള്ളത് ന്യൂസിലാൻഡ് ആണ്. ഇന്ത്യ 93ാം സ്ഥാനത്താണ്. ഇന്ത്യ 93ാം സ്ഥാനത്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊന്ന് ഇന്ത്യയുടെ റാങ്കിങ് മാത്രം നമുക്കൊന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ആഗോള സമാധാന സൂചിക ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 116 ആണെന്ന് നമ്മൾ പറഞ്ഞു. ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് സൂചിക 39ാം സ്ഥാനത്താണ് ഇന്ത്യ. അടുത്ത ഹെയിൻലി പാസ്പോർട്ട് സൂചിക 82ാം സ്ഥാനത്താണ് ഇന്ത്യ. അടുത്തത് നിതി ആയോഗിന്റെ 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സൂചിക, അതിൽ 1ാം സ്ഥാനത്തുള്ളത് കേരളവും ഉത്തരാഖണ്ഡുമാണ്. 2ാം സ്ഥാനത്ത് തമിഴ്നാട്. പിന്നിലുള്ള സംസ്ഥാനങ്ങൾ ബീഹാറും ജാർഖണ്ഡും. യൂണിയൻ ടെറിട്ടറീസിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചണ്ഡീഗഡ്. 2ാം സ്ഥാനത്ത് ജമ്മു കാശ്മീരാണ്. അടുത്തത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, അതിൽ ഇന്ത്യ 159ാം സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ആണെങ്കിൽ 126ാം സ്ഥാനം. ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണെങ്കിൽ 63ാം സ്ഥാനം. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 129ാം സ്ഥാനം. ആഗോള സമാധാന സൂചികയാണെങ്കിൽ 116ാം സ്ഥാനം. മാനവ വികസന സൂചികയാണെങ്കിൽ 134ാം സ്ഥാനം. എൻവയോൺമെന്റ് പെർഫോമൻസ് ഇൻഡെക്സ്, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 176. കോസ്റ്റ് ഓഫ് ലിവിംഗ് സിറ്റി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹോങ്കോങ് ആണ്. മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ നഗരമായിട്ട് 1ാമതെത്തിയത്. അത് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക, അതിൽ 55 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. 1ാം സ്ഥാനത്തുള്ളത് US ആണെന്നുള്ള ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളിൽ 1ാമതെത്തിയത് ബാംഗ്ലൂരാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ 10ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹി. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബെഗുസരായ്, ബീഹാർ. അതുപോലെ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ബംഗ്ലാദേശ്, 2ാം സ്ഥാനത്ത് പാകിസ്ഥാൻ, 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ആപ്പിൻ്റെ. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, കേരള കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ആപ്പിൽ RRB NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് സീരീസ്, അതായത് എക്സാം ഏത് പാറ്റേണിലാണ്, അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എക്സാംസ് എഴുതി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റി ഹോം എന്നൊക്കെ പറഞ്ഞില്ലേ, ഹോമിൽ പോയാലാണ് കറണ്ട് അഫയേഴ്സ് കിട്ടുക. കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് കിട്ടുക. പിന്നെ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ കയറി കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ RRB NTPC എടുക്കുക. അതെടുത്ത ശേഷം നമുക്ക് ഇതിൽ RRB NTPC മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം.
ഫാക്കൽറ്റി കൂപ്പൺ കോഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട 199 എന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം? ഈ ഒരു എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. Y670 670 പിന്നെ ഒരു S Y670 S എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ, നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ, പഠിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ 10th പ്രിലിംസിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സാണ്, സെക്രട്ടേറിയറ്റ് OAക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റോറിൽ പോവാം. എന്നിട്ട് എന്ത് ചെയ്യുക, കേരള PSC. അപ്പോൾ നമുക്ക് 10th പ്രിലിംസിൻ്റെ ഒരു ഫോൾഡർ കാണാം, അതിൽ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അതിലുള്ള കൂപ്പൺ കോഡ് നമുക്ക് ഡിസ്കൗണ്ട് കുറവാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് പകരം Y670 എന്ന കൂപ്പൺ കോഡ്. ടെസ്റ്റ് പാക്ക് ആണെങ്കിൽ Y670 S അപ്ലൈ ചെയ്യണം. കോഴ്സ് ആണെങ്കിൽ Y670 എന്ന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ് കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെയൊക്കെ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ RRB NTPC SSC എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടൊരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കുക? സ്റ്റോറിൽ പോവുക. സ്റ്റോറിൽ പോയിട്ട് SSC കേരള അല്ലെങ്കിൽ RRB NTPC എന്നുള്ള ഫോൾഡർ ഇത് സെലക്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം ഈ ഒരു ഫോൾഡർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു. ഈ ഒരു എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലാണ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ കിടക്കുന്നത്. കൂപ്പൺ അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം, അത് റിമൂവ് ചെയ്തിട്ട് Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ആപ്പിൽ ലൈവ് ക്ലാസ്സുകൾ, ഡൗട്ട്, കറണ്ട് അഫയേഴ്സ്, ഡെയിലി ക്വിസുകൾ, വീഡിയോസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഹോമിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് കിട്ടും, നേരത്തെ പറഞ്ഞത്. കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ YTയിലെ നോട്ട്സ് കിട്ടും, യൂട്യൂബിലുള്ള നോട്ട്സ് കിട്ടും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലായിരിക്കും നിങ്ങളുടെ കോഴ്സുകൾ കാണുക. സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പുതിയ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലാണ് KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്